ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഗംഭീര സൃഷ്ടി ഉണ്ടല്ലോ, നമ്മുടെ ശിലാശില്പി 18 വർഷത്തോളം എടുത്തിട്ട് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ഗംഭീര സൃഷ്ടി കേട്ടോ. ഇത് ലോകത്തിലെ ആദ്യത്തെ താന്ത്രികപരമായിട്ട്, അതായത് വാസ്തുശാസ്ത്രപരമായി നിർമ്മിച്ചിട്ടുള്ള ലക്ഷറി റിസോർട്ടാണ്. ഇത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ പയ്യാമ്പലം ബീച്ച് റിസോർട്ട്, കൃഷ്ണ റിസോർട്ട് എന്നാണ് ഇതുപോലെ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ്. ഇതിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അടിപൊളിയാണ്. ചെങ്കലിൻ്റെ വിസ്മയം എന്ന് പറയാം. നമ്മളെ പ്രതീക്ഷേട്ടപ്പോൾ വരുന്നുണ്ട്. പ്രതീക്ഷേട്ടനോട് നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കൃഷ്ണ ബീച്ച് റിസോർട്ടിൻ്റെ എൻട്രൻസ് കേട്ടോ. ഒരു നല്ലൊരു പടിപ്പുര, അതിഥി ദേവോ ഭവ, അതിഥികളെ നല്ല രീതിയിൽ തന്നെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു റിസോർട്ട് മൊത്തമായിട്ട് ചുറ്റിക്കറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതൊരു ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. ഫുള്ളായിട്ട് വാസ്തുശാസ്ത്രപരമായിട്ട് അതിൻ്റെ കണക്ക് പ്രകാരം ആ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു റിസോർട്ടാട്ടോ. നമുക്ക് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരുപാട് നിർമ്മിതികൾ, അത്ഭുത നിർമ്മിതികൾ, ചെങ്കലിൻ്റെ കാണാൻ അത്രയും, ചെങ്കലിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്നൊന്ന് കാണാനെങ്കിലും ഒന്ന് വരണം കേട്ടോ. അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഇതാ നല്ലൊരു കൃഷ്ണനും രാധയും. കടലിൻ്റെ തൊട്ടടുത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായിട്ടുള്ള വലിയൊരു കെട്ടിട സമുച്ചയം തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഉള്ളിൽ ഒരുപാട് ഹാളുകളും അതുപോലെ ഒരുപാട് നല്ല ലക്ഷറി റൂമുകളൊക്കെ അടങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സൃഷ്ടിയാണ്. ഇത് ഫുള്ളായിട്ട് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതിലൊന്നാണ് ഈ ഒരു ശിവോഹം ഹാള്. 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു തുറസായ സ്ഥലത്തുള്ള ഒരു ഹാളാണിത്. ഇവിടെ വെച്ചിട്ട് വിവാഹം അങ്ങനത്തെ ഫംഗ്ഷനുകളൊക്കെ നടക്കാറുണ്ട്. വളരെ മനോഹരമായിട്ട് ഇവിടെ പൂന്തോട്ടത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ വരെ ചെങ്കലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫൗണ്ടേഷനിലൊക്കെ അതിൻ്റെയൊക്കെ ഡിസൈനൊക്കെ പറയുമ്പോൾ അതിമനോഹരമായിട്ട് തന്നെ ഒരുപാട് വർഷത്തെ അധ്വാനമാണ് ഈ രീതിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശിലാശില്പി ഇവർ പണ്ട് ഈ ഒരു മെഷീനറിയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ, കല്ലിൻ്റെ മെഷീനറികളൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ കൈകൊണ്ട് ചെത്തി ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു വർക്കാണിത്. അപ്പോൾ അത്രയും ലക്ഷറി ആയിട്ടുള്ള ഇതിൻ്റെ റൂമുകളൊക്കെ കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കൊത്തുപണികളും ആർച്ചുകളും, നമ്മൾ വേറെ എവിടെയും കാണാത്ത രീതിയിലുള്ള പല തരത്തിലുള്ള ആർച്ചുകൾ, ഒരുപാട് ആർച്ച് വർക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിതൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ബീച്ചാണ്. തിരമാലകൾ തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ട്. കണ്ണൂർ പയ്യാമ്പലത്തുള്ള കൃഷ്ണ ബീച്ച് റിസോർട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ജിഷ സൂപ്പർ അല്ലേ? അടിപൊളിയല്ലേ? പ്രതീക്ഷേട്ടാ, അല്ല ഇതാണ് നിങ്ങളൊരു മാസ്റ്റർ പീസ് വർക്കില്ലേ? ഇതിൻ്റെ ആർച്ചൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തത് അല്ലേ? ഒരു സാധാരണ കാണാത്ത ആർച്ച്. ഡിസൈനൊക്കെ എങ്ങനെയാ അത് വരണേ? ഡിസൈൻ നമ്മൾ അവിടുന്ന് എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്താണല്ലേ? നമ്മളെ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു, ഫാക്ടറി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന്. പക്ഷേ ഇത് നിങ്ങൾ 18 വർഷം മുന്നേ തുടങ്ങിയ തുടക്കത്തിലൊക്കെ ഇത് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല, ഹാൻഡ് വർക്കായിരുന്നു അല്ലേ? പിന്നെ ലാസ്റ്റിലേക്ക് മെഷീനിൽ വെച്ചിട്ട് ചെയ്തത്. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിനെന്താ ശരിക്കും പേര് പറയാം? ഈ ഇതിപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ കാണുന്ന ഒരു മണ്ഡപം മാതിരി ഒരു മണ്ഡപം. അതിൻ്റെ മുകളിൽ ശ്രീചക്രം എന്ന് പറഞ്ഞ സാധനം, ശങ്കരാചാര്യ അത് കാണുന്നത്. ഇത്രയും വലിയ ശ്രീചക്രം ചെങ്കലിൽ എവിടെ ഉണ്ടാവില്ല. ശ്രീചക്രം എന്നാണ് പറയുക അല്ലേ? ചുറ്റുഭാഗം ഇതുപോലെ ചെങ്കലിൻ്റെ പില്ലറും ഒരു വെറൈറ്റി ആർച്ചും അല്ലേ? അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഓരോന്നിനും പ്രത്യേകത ഉണ്ട്. നമ്മൾ സാധാരണ കാണാത്ത ചെങ്കലിൻ്റെ ഒരുപാട് വർക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിലും സാധാരണ കാണാത്ത ഒരുപാട് പ്രത്യേകതയുള്ള വർക്കുകളാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. കരിങ്കല്ലിൽ ചെയ്തിട്ടുള്ളത് നാഗത്തിൻ്റെ. ഓക്കെ, ഇനി കയറാനുള്ളത് ഈ ആർട്ട് ഗാലറിയിലാണ്. കുടത്തിൽ സിമെൻറ്റ് വർക്ക്. അത് സിമെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. മുന്നിൽ തന്നെ രണ്ട് ആർട്ട് വർക്ക്. അപ്പോൾ മനോജേട്ടാ, ഞങ്ങൾ വരുമ്പോൾ തന്നെ ഈ ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ ചെയ്ത അതേ സംഭവം അല്ലേ? ഇത് മനോജ് ശില്പി ചെയ്ത സനൂപ്, നമ്മളെ ആടുജീവിതത്തിലെ സിനിമ ആർട്ടിസ്റ്റാണ്. അവർ ചെയ്തിട്ടുള്ള ഇതാ ഫുള്ളായിട്ട് ചെറിയ കല്ലാട്ടോ. അതൊക്കെ ഇതാ ഈ ഭാഗം കറുത്ത കല്ലാണ്. ഇത് വേറെ കല്ല്. ഇത് കല്ല് നാച്ചുറൽ കല്ല്. ഇതിൽ കളറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഒരു കളറുകളും ചെയ്തിട്ടില്ല. ഈ കളറ് വരുന്ന കല്ലുകൾ തിരഞ്ഞെടുത്തിട്ട് ഒട്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ ശരിക്കും ഒരു വെള്ളാരം കല്ല്, ചുവന്ന കല്ല്, മഞ്ഞക്കല്ലിൻ്റെ ചെറിയ ഇത് പൊടിച്ചെടുക്കണം. പൊട്ടിച്ചിട്ട് ഒരേ വലുപ്പത്തിലുള്ളത് തരിച്ചെടുക്കണതായിരിക്കും അല്ലേ? അടിപൊളി വർക്ക് കിട്ടും. നല്ല ഇഷ്ടം. ഇതിൻ്റെ ചുറ്റുഭാഗം ചെയ്തിട്ടുണ്ട്. അതിനൊരു ചെങ്കല്ലിൻ്റെ ഒരു ബോർഡറും ചെയ്തിട്ട് അതിലൊരു ശില്പം, ചുമർ ശില്പത്തിൻ്റെ വേറൊരു മോഡൽ അല്ലേ? ഓക്കെ, ഇതിൻ്റെ ചുറ്റുഭാഗം അതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ എൻ്റെ എൻട്രൻസ് തന്നെ അതിമനോഹരമാണ്. കല്ലിൽ ആർച്ച് ചെയ്തിട്ട് നല്ലൊരു
കണ്ണൂരിലാകുമ്പോൾ കണ്ണൂരിൻ്റെ എന്താ പറയുക തെയ്യം, തിറ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഓർണമെൻറ്റ്സ് അല്ലേ, ജ്വല്ലറികൾ. ഇവിടുത്തെ ശില്പിയുണ്ട് മനോജ് സാറ്. മനോജ് സാറ്. അവരെ ഏറ്റവും വലിയ ഇവിടെ ശിവനെ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഞങ്ങൾ കണ്ടൊരു ശിവവിഗ്രഹം വലിയ അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളായിരുന്നു ഇതല്ലേ. ഇത് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ ചെങ്കല്ലും കല്ലും കൂടി വരുമ്പോഴാണ് ഈ ശില്പങ്ങൾക്കൊക്കെ ജീവൻ വരുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഗാലറിൻ്റെ 4 ഭാഗവും ഇതുപോലെ നടന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിനെ പറ്റി ഒരു 2 വാക്ക് പറയേണ്ടതുണ്ട് അല്ലേ. അന്തരീക്ഷം ഇവിടേക്ക് ഒരു കൂളിംഗ് അല്ലേ, ഒരു നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരാശ്രമം പോലെ, അതെ, ഒരാശ്രമം പോലത്തെ ഒരു ഫീലിംഗ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സീറ്റിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 ഭാഗം ഇത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ. ചേട്ടാ എൻട്രൻസ് തന്നെ ഗംഭീരമാണല്ലോ അല്ലേ. ഇത് വേറൊരു ഡിസൈനാണല്ലോ മുകളിലോട്ട് നോക്കുമ്പോൾ. ഒരു ട്രഡീഷൻ. ഏറ്റവും മുകളിലൊരു എന്തൊരു ത്രികോണം മോഡൽ അല്ലേ. ലൈറ്റ് വരും അല്ലേ. മുകളിൽ നിന്ന് താഴത്തോട്ടാ ഇതുവരെ. ഇതിലേക്ക് വരും അല്ലേ ലൈറ്റ്. ഓക്കെ. റിസപ്ഷനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. നല്ല സാധാരണ കല്ലല്ല, സ്പെഷ്യൽ കല്ലാണ്. മഞ്ഞക്കല്ല്. ഫുൾ വർക്കാ അല്ലേ. ഫുള്ള് വർക്കാ. ഓക്കെ, ഗംഭീരമായ റിസപ്ഷൻ. ഓക്കെ, ഇത് നമ്മളെ മനോജ് ചെയ്താ. സിമെൻ്റാ ഉള്ളത് മൊത്തം അല്ലേ. സിമെൻറ്റ്. അടിപൊളി. കൃഷ്ണനും രാധയാണല്ലോ അല്ലേ. നമ്മളൊരു തീം എന്ന് പറയുമ്പോൾ കൃഷ്ണനാണ് റിസോർട്ടിൻ്റെ തീം. കൃഷ്ണനും പിന്നെ ശിവൻ്റെ സംഭവം ഉണ്ടല്ലോ അല്ലേ. ഓ, അവിടേക്കൊക്കെ ഫുള്ളായിട്ട് വർക്കാണ്. ഇതൊക്കെ റൂംസ് ആവൂലേ. കാണേണ്ട കാഴ്ച തന്നെ അല്ലേ. ഫുള്ളായിട്ട് ചെങ്കലിൻ്റെ ലക്ഷറി വർക്ക്. റെസ്റ്റോറൻ്റ് ആണല്ലേ. വിൻഡോ ബോർഡേഴ്സ് ആണ്. വിൻഡോൻ്റെ ബോർഡർ ഒക്കെ കല്ല് അല്ലേ. വിൻഡോ ബോർഡർ ഒക്കെ കല്ലിലാണ് ചെയ്തത് അല്ലേ, ചെങ്കല്ലിൽ. ഇത് UPVC ആയിരുന്നല്ലേ. ഇതാണ് താഴത്തുനിന്ന് കാണുന്ന എൻട്രൻസ് ആനയും. ഓ, ഇവിടെ ഫുള്ള് ആ ചെങ്കല്ലിൽ ആനേൻ്റെ കൊത്തുപണി ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ, കല്ലിൽ കൊത്തിയെടുക്കാൻ. സംഭവം ഉള്ളി കൊണ്ട് കൊത്തിയെടുക്കാൻ പറ്റുന്നതല്ലല്ലോ അല്ലേ. കരിങ്കല്ലിലാണെങ്കിൽ കൊത്തിയെടുക്കാൻ കഴിയും. നിങ്ങൾ ചെറിയ കട്ട് വെച്ചിട്ട് മെഷീൻ വെച്ചിട്ട് മെഷീൻ മുള്ളിയെല്ലാം വെച്ചിട്ട്. ഇതൊരു 4 സെൻറ്റേഡ് ആർച്ചാണ്. 4 സെൻറ്റർ ആർച്ച് എന്നതിന് പറയും. 4 സെൻറ്റർ ആർച്ച്. അതിൻ്റെ പ്രത്യേകത എന്താ? 4 ആർച്ച് പോലെ 4 ആർച്ചിൻ്റെ ഒരു കഷ്ണം കൂടി ചേരുമ്പോൾ ഇങ്ങനെയാണ്. അതായത്
ഓ ശരി, 4 ആർച്ച് കൂടി ചേരുമ്പോഴാണ് ഇങ്ങനെ ആവുന്നത് അല്ലേ? ഇതും അതേപോലെ 4 സെൻറ്റർഡ് ആർച്ച് അല്ലേ? അതെ. ഈ ആർച്ച് കാണാൻ കുറച്ച് നല്ല ഭംഗി, സാധാ ആർച്ചിനായിട്ട് കുറച്ചുകൂടി ഭംഗിയുണ്ടല്ലോ ഈ ആർച്ച് കാണാൻ. അതെ. ആ ഇത് സിംഹാണ്, അപ്പുറത്തെ ആനയാണെങ്കിൽ ഇവിടെ സിംഹാണ് എന്നുള്ളത്. ഓക്കെ, വേറൊരു ആർച്ച് ഇവിടെ പറഞ്ഞ ആർച്ച് അല്ലേ? ഇവിടെ എല്ലാ മോഡൽ ആർച്ചും ഇവിടെ ഉണ്ട്. എല്ലാ മോഡൽ ആർച്ചും ഇവിടെ ഉണ്ട് അല്ലേ? ഇതൊരു ബാൽക്കണി ഇവിടെ, ഇതിലേക്ക് എൻട്രൻസ് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ട് അല്ലേ? ഇത് വേറൊരു ആർച്ച്. വേറെ സെഗ്മെൻ്റൽ ആർച്ച്. സെഗ്മെൻ്റൽ ആർച്ച്. ശ്രീചക്രം ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണ്, പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ്. അതെ. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഒരു ഓപ്പൺ ടെറസാണിത് അല്ലേ? അതെ. അപ്പം ഇതിൻ്റെ ഓപ്പൺ ഏരിയ തറയോട് പതിച്ചാണല്ലേ? ഇത് മണ്ണിൻ്റെ ഓടാ? ടൈലാ തോന്നുന്നു. ടൈല് പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. ഇതിപ്പോൾ വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് ആ ഒരു കല്ലിൻ്റെ ഒരു എന്താ പറയുക, ചെറിയൊരു പൂപ്പ് പോലെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ചെടികളും എല്ലാം വരുന്ന സമയത്ത് ഒരു നാച്ചുറാലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ചെങ്കലിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. എത്രത്തോളം പൂപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അത്രയും നാച്ചുറാലിറ്റി വരും അല്ലേ കാണുമ്പോൾ. പുറത്തുനിന്ന് ഈ ഒരു ചെടി, ഈ ഒരു വള്ളിച്ചെടിയാണ് താഴത്തേക്ക് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് അല്ലേ? ഇതിൽ മണ്ണ് നിറച്ചതായിരിക്കും. ഓക്കെ, ചവിട്ടാൻ പറ്റുമോ? കടലാണോ കാണുന്നത്? കടലിൻ്റെ തൊട്ടടുത്താണ്. സൂപ്പറായില്ലേ? വന്നത് കാര്യമില്ലേ? എൻ്റെ മുകളിൽ കയറി നോക്കട്ടോ, ശ്രദ്ധിച്ചോ? അടിപൊളി വ്യൂസ് അല്ലേ? ഇവിടുന്ന് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, അടിപൊളിയാണ്. അപ്പോൾ ഈ റിസോർട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടത് മുതലായിട്ടോ. നമ്മൾ ശരിക്കും മതിയാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും. മൊത്തത്തിൽ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്? കറക്റ്റ് മൊത്തം 2 ലക്ഷത്തിന് മുകളിലുണ്ടാവും. സ്ക്വയർ ഫീറ്റോ? 40 റൂം തന്നെയല്ലേ? അത്രയും ഉണ്ട് അല്ലേ? ഒരു റൂം തന്നെ 40 റൂം ഹാള് എല്ലാം കൂടി ഉണ്ടാവും. 40 റൂംസ് ഉണ്ട്. 40 റൂംസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓണറ് ചെറുപ്പം മുതൽക്കുള്ള ഫോട്ടോസാണ്. ഇത് ചേട്ടാ, എൻ്റെ പേരെന്താ? രവീന്ദ്രനാഥ്. 2-3 PhD ഉണ്ട്. ശ്രീചക്രത്തിൽ PhD എടുത്തിട്ടുണ്ട്. ശ്രീചക്രത്തിൽ PhD. ഓ, അദ്ദേഹത്തിൻ്റെ കുടുംബമായിരിക്കും ഇത്. ഈ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ കയറില്ലല്ലോ? ഇത് അതിനോട് ബന്ധപ്പെട്ട അതന്നെ. അപ്പോൾ ഇവിടെ വേറൊരു വർക്ക്. ഇത് ഒരു മണ്ഡപം അല്ലേ? നമ്മൾ മുന്നിൽ കണ്ട അതുപോലത്തെ വേറൊരു മണ്ഡപം. അതിൻ്റെ റൂഫ് വരെ ചെങ്കല്ലാണ്. റൂഫ് വരെ ചെങ്കല്ല്. ആർച്ചിൻ്റെ ഒരു എന്താണല്ലോ അല്ലേ? ഒരുപാട് ആർച്ച്, പ്രത്യേക രീതിയിൽ നല്ല ഹെവി ആർച്ച് അല്ലേ? പിന്നെ റൂഫ് ഒരു പ്രത്യേക രീതിയിൽ. ഇത് അമ്പലത്തിൽ ചെയ്യുന്ന വർക്കല്ലേ? രണ്ടും കൂടി മിക്സ് ചെയ്ത്. അമ്പലത്തിന്റെ ഇത് ഓരോ തുറവ് പോലെ ഇത് രീതിയിലല്ല, പക്ഷെ കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? അതെ, തുറവും ഡൂമും കൂടി ചെയ്ത്. തുറവും ഡൂമും കൂടി. അപ്പോൾ ഇതിന്റെ മേൽക്കൂര സിമെന്റ് ഒന്ന്, ഈ കല്ല് മാത്രമേ ഉള്ളൂ? കല്ല് മാത്രമേ. അപ്പോൾ അത് വെള്ളമൊന്നും ലീക്കൊന്നും വരില്ല അല്ലേ? മുകളിൽ വേറെ എന്തെങ്കിലും ലീക്ക് പ്രൂഫ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ലീക്ക് വരില്ല. ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ തുറവെന്ന് പ്രതീക്ഷയുടെ ഈ തുറവെന്ന് പറയുമ്പോൾ എങ്ങനെയല്ലേ വരിക? ഈ ഒരു സൈഡിലുള്ള അഷ്ടപ്പെട്ടായിട്ട് ഇതല്ലേ തുറവ? താഴത്തെ സ്റ്റാർട്ടിങ് ഇത് വരുന്ന തുറവ്. പിന്നെ മുകളിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ഡോം അല്ലേ? ഡോം മോഡൽ വന്നിട്ട് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രതിഷ്ഠ പോലത്തെ ഒരു സംഭവം, ശ്രീചക്രാണല്ലേ ഇത്?
ഇതാണ് ശരിക്കും ശ്രീചക്രത്തിന്റെ രൂപം രൂപം, അതിന്റെ ഒരു വിഗ്രഹ രൂപം, ശിലാരൂപം. അങ്ങനെയുള്ള വർക്ക് ചേട്ടാ ഇതെല്ലാം നമ്മൾ തന്നെ പ്ലാൻ ചെയ്തേ. 6-7 ലക്ഷം റുപ്യ ഉണ്ടോ? എല്ലാം കൈ കൊണ്ടല്ലേ എത്തതല്ലേ, ഇതെല്ലാം മിഷൻ സാധനം തൊട്ടിട്ടായി പണിക്കും. എത്ര 100 ആളില്ല എന്നത്ത് പണിക്ക്. ഇതും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കല്ല് പാകിയിട്ടുണ്ട്, മൊത്തം കല്ല് പാകി, മൊത്തം കല്ല് പാകിയിട്ടുണ്ട്. ഇതിന്റെ ഓണറെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടതുണ്ടല്ലോ അല്ലേ? ഒരു ഓണറെ സപ്പോർട്ട്, ഓണർക്ക് ഒരു ഇതിനോട് താല്പര്യമുള്ള ഒരു ഓണറെ കിട്ടുക, ഒരു ക്ലയന്റിനെ കിട്ടുക എന്നുള്ളതാണല്ലോ. ഓണർ ഭയങ്കര കലാപരമായിട്ടും മൂപ്പർ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തല്ലേ? ഇതിനൊരു ആർക്കിടെക്ട് ഇല്ലേ? ആർക്കിടെക്ട് ഉണ്ട്, പക്ഷേ അതിന്റെ ഫുൾ ഡിസൈനിങ് മൂപ്പറാണ്. ഡിസൈനും ഓണർ തന്നെ രവീന്ദ്രനാഥ്. പലതരം കലാകാരന്മാരെ കൊണ്ട് കുറെ വർഷങ്ങൾ ജയിച്ചിന് അവർക്ക്. പല കലാകാരന്മാരും ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട്, ശില്പങ്ങളും കാര്യങ്ങളും. മനോജ് ശില്പി അങ്ങനെയുള്ള പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ശരിക്കും അദ്ദേഹത്തിന്റെ ഫീൽഡ് എന്താണ് വരുന്നത്? ഹോട്ടൽ ഫീൽഡാണ്, പക്ഷേ ഇവിടുത്തെ കണ്ണൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറിന്റെ ഉടമയാണ്. കണ്ണൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറിന്റെ ഉടമയും കൂടി അദ്ദേഹമാണ്. കൃഷ്ണ ജ്വല്ലറി അല്ലേ? കണ്ണൂർ നമ്പർ 1 ജ്വല്ലറി. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് ഇതുപോലത്തെ ഒരുപാട് വർക്കുകൾ ഇതിന് ശേഷം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഗുജറാത്തിലും ബോംബെയിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്, കൊടകിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും കാണാനുണ്ട് കേട്ടോ. പ്രതിശേഷൻ്റെ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾ ഇനിയും കാണാനുണ്ട്, നമുക്ക് കൊടകിൽ കാണാനായിട്ട്, വയനാട്ടിൽ ചെയ്യാൻ കുറേ അമ്പലങ്ങൾ. വിദേശികളൊക്കെ ഒരുപാട് വിദേശികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള റിസോർട്ടാണ്. അവരെ ഒരു ഈ ഇന്ത്യയിലെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അധികം കസ്റ്റമർ വിദേശികൾ തന്നെ ആയിരിക്കും ഇവിടെ കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പം ഇത് കാണാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റിയാൽ വളരെ സന്തോഷം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.